നമസ്കാരം സുഹൃത്തുക്കളെ. അടുത്തിടെ നടന്ന ANI നാഷണൽ സെക്യൂരിറ്റി സമ്മിറ്റിൽ നമ്മുടെ DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് നടത്തിയൊരു പ്രഖ്യാപനം ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സർക്കാർ പച്ചക്കൊടി കാണിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ മിസൈലായ അഗ്നി-6 പരീക്ഷിക്കാനായിട്ട് DRDO പൂർണ്ണമായിട്ടും സജ്ജമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ടു പിന്നാലെ അഗ്നി-6 ചരിത്രം സൃഷ്ടിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും ശക്തമായ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ പുറപ്പെടുവിച്ച നോട്ടാം ഒരു ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട്. എന്താണ് അഗ്നി-6 മിസൈലിനെ ഇത്രത്തോളം സവിശേഷമാക്കുന്നത്? ഈ മിസൈലിന്റെ സാങ്കേതിക സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഇടയിൽ ഈ മിസൈലിനെ ചുറ്റിപ്പറ്റി ചില സാമൂഹിക വിരുദ്ധർ പ്രചരിപ്പിച്ച ചാണക ഗോമൂത്ര വാർത്തകളുടെ യാഥാർത്ഥ്യം എന്താണ്? ഈ വിഷയങ്ങളെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അവസാനം വരെ ഈ വീഡിയോ കാണാനൊന്ന് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് അഗ്നി-6? ഇതൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM, അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള അഗ്നി-5 മിസൈലിൻ്റെ പരിധി 5000 കിലോമീറ്റർ മുതൽ 6000 കിലോമീറ്റർ വരെ ആണെങ്കിൽ അഗ്നി-6 മിസൈലിൻ്റെ പരിധി 10000 കിലോമീറ്റർ മുതൽ 12000 കിലോമീറ്റർ വരെ ആയിരിക്കും. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് 16000 കിലോമീറ്റർ വരെ എത്തിയേക്കാമെന്നാണ്. ഭൂമിയിലെ ഏത് കോണിലുള്ള ശത്രുവിനെയും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും. അഗ്നി-6നെ ഒരു ഗ്രാവിറ്റി ബോംബോ സാധാരണ മിസൈലോ ആക്കി ചുരുക്കാനാവില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ MIRV സാങ്കേതിക വിദ്യയാണ്. അതായത് ഒരു മിസൈലിൽ തന്നെ ഒന്നിലധികം ആണവ പോർമുനകൾ എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. മിസൈൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് കുതിച്ചുയർന്ന് ശൂന്യാകാശത്ത് വെച്ച് ഈ പോർമുനകളെ പല ഭാഗത്തേക്കായിട്ട് വിക്ഷേപിക്കും. ഓരോ പോർമുനയ്ക്കും അതിൻ്റേതായ ഗൈഡൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അവയെല്ലാം 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒരേ സമയം കൃത്യതയോടെ പതിക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കഴിവാണ് ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങളെ തകർക്കാനുള്ള ശേഷി. അതായത് സാധാരണഗതിയിൽ ശത്രു രാജ്യങ്ങൾ അവരുടെ ആൻറ്റി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വരുന്ന മിസൈലുകളെ തകർക്കാറുണ്ട്. എന്നാൽ അഗ്നി-6 ഇതിനെ മറികടക്കുന്നത് ഡീകോയികൾ അഥവാ ഡമ്മി പോർമുനകൾ ഉപയോഗിച്ചാണ്. യഥാർത്ഥ ആണവ പോർമുനകൾക്കൊപ്പം നിരവധി വ്യാജ പോർമുനകളും ഈ മിസൈൽ വിക്ഷേപിക്കും. ഇതോടെ ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്കും പ്രതിരോധ സിസ്റ്റങ്ങൾക്കും ഏതാണ് ഈ യഥാർത്ഥ പോർമുന എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരികയും അവയുടെ പ്രതിരോധ കവചം നിഷ്പ്രഭമാവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ മൊബിലിറ്റി അഥവാ വിക്ഷേപണത്തിലെ വഴക്കം. അഗ്നി-6 ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എവിടേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലാണ്. റോഡിലൂടെ വലിയ ട്രക്കുകളിലോ റെയിൽവേ വഴിയോ ഇത് വിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഭാവിയിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ അന്തർവാഹിനികളിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്താനും സഹായിക്കും. അതിൻ്റെ കൂടെ തന്നെ വളരെ തന്ത്രപരമായ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജസും ഇന്ത്യക്കുണ്ടാവും. അതായത് അഗ്നി-6 ഒരു യുദ്ധായുധം എന്നതിലുപരി അതൊരു പ്രതിരോധ ഭീഷണി അഥവാ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് ആണ്. നിലവിൽ ചൈനയുടെ പക്കൽ അമേരിക്കയെ വരെ ലക്ഷ്യമിടാൻ സാധിക്കുന്ന DF-41 പോലെയുള്ള അത്യുഗ്രൻ ICBMകളുണ്ട്. ഇന്ത്യയുടെ അഗ്നി-5 മിസൈലുകൾക്ക് ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും എത്താൻ സാധിക്കുമെങ്കിലും പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് അഗ്നി-6 അത്യാവശ്യമാണ്. ചൈനയുടെ ഉൾപ്രദേശങ്ങളിലെ അതീവ സുരക്ഷാ താവളങ്ങളെ പോലും ഭയപ്പെടുത്താനായിട്ട് ഈ 12000 കിലോമീറ്റർ റേഞ്ചുള്ള അഗ്നി-6ന് സാധിക്കും. അഗ്നി-6 യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോക ഭൂപടത്തിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളുടെ ചില ഭാഗങ്ങൾ ഒഴികെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓഷ്യാനിയ, വടക്കൻ കാനഡ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഇന്ത്യയുടെ മിസൈൽ പരിധിക്കുള്ളിലാകും. ഇതോടെ ഇന്ത്യ ലോകത്തെ വിരലിലെണ്ണാവുന്ന സൂപ്പർ പവറുകളുടെ നിരയിലേക്ക്, അതായത് അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവരുടെ നിരയിലേക്ക് ഔദ്യോഗികമായിട്ട് ഉയരും. പിന്നെ നമ്മുടെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി.
ഇന്ത്യയുടെ ഔദ്യോഗിക ആണവ നയം നോ ഫസ്റ്റ് യൂസ് ആണ്. അതായത് ഇന്ത്യ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ഇന്ത്യക്ക് നേരെ ആരെങ്കിലും ആണവാക്രമണം നടത്തിയാൽ അതിനെതിരെയുള്ള തിരിച്ചടി വളരെ വലുതായിരിക്കും. അഗ്നി-6 വിന്യാസം വഴി ഇന്ത്യയുടെ വിനാശകരമായ പ്രതികാര നടപടി, അതായത് അഷ്വേർഡ് റിട്ടാലിയേഷൻ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനോടൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് അഗ്നി-6 ഇത്രയും വൈകിയത്? അഗ്നി-5ൻ്റെ ആദ്യ പരീക്ഷണം നടന്നത് 2012 എന്നാലും അഗ്നി-6ലേക്കുള്ള യാത്രയ്ക്ക് കാലതാമസം നേരിടാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഇന്ത്യ ഒരു ഉത്തരവാദിത്വമുള്ള ആണവരാജ്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു ആയുധ പന്തയത്തിന് ഇന്ത്യ എപ്പോഴും എതിരാണ്. തങ്ങൾക്ക് നേരെയുള്ള ഭീഷണി നേരിടാൻ മാത്രം ആവശ്യമുള്ള ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത്. അതുകൂടാതെ MIRV എന്ന സങ്കീർണമായ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കുക എന്നത് കടുത്ത ഒരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലൂടെ അഗ്നി-5 ഈ MIRV സാങ്കേതികവിദ്യ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു. അതായത് സാങ്കേതികമായിട്ട് ഇന്ത്യ ഇന്ന് 100% തയ്യാറാണ്. ഇപ്പോൾ വേണ്ടത് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് മാത്രമാണ്. പക്ഷേ ഏതൊരു വലിയ നേട്ടം ഉണ്ടാകുമ്പോഴും അതിനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ചില ദുഷ്ടശക്തികൾ ശ്രമിക്കാറുണ്ട്. അഗ്നി-6ൻ്റെ വാർത്തകൾ പുറത്തു വന്നതിൻ്റെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വ്യാജ വാർത്ത വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അഗ്നി-6 മിസൈലുകൾ പരീക്ഷണത്തിന് മുൻപായിട്ട് ചാണകവും ഗോമൂത്രവും കലർത്തിയ മിശ്രിതം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നു എന്ന് DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് പറയുന്ന ഒരു വീഡിയോ ആണ് വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടത്. എന്നാൽ ഇതിൻ്റെ സത്യം എന്താണ്? തികഞ്ഞ ശാസ്ത്രബോധമില്ലായ്മയും ഇന്ത്യയെ അപമാനിക്കാനുള്ള അജണ്ടയും മാത്രമാണ് ഈ വീഡിയോയുടെ പിന്നിൽ. PIB അഥവാ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റും പ്രമുഖ ഫാക്ട് ചെക്കിംഗ് മാധ്യമമായ ഫാക്ട്ലിയും ഈ വാർത്ത പൂർണ്ണമായിട്ടും വ്യാജമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ 30 ANI വാർത്താ ഏജൻസി നടത്തിയ നാഷണൽ സെക്യൂരിറ്റി സമ്മിറ്റിൽ അദ്ദേഹം പങ്കെടുത്ത വീഡിയോയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിർമ്മിച്ച വ്യാജ ശബ്ദം ചേർത്താണ് ഈ അസംബന്ധം പ്രചരിപ്പിച്ചത്. യഥാർത്ഥ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ത്യയുടെ മിസൈലുകളുടെ സാങ്കേതിക തികവിനെക്കുറിച്ചും ഭാവി പരീക്ഷണങ്ങളെക്കുറിച്ചും മാത്രമാണ്. സാമാന്യ ബോധമുള്ള ഏതൊരാളും ഇത്തരം വാർത്തകൾ കേട്ടാൽ ചിരിച്ചുപോകും. കാരണം ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഘടകങ്ങൾ ചേർന്ന അങ്ങേയറ്റം സെൻസിറ്റീവായ ഒരു ശാസ്ത്രീയ അത്ഭുതമാണ്. ഇപ്പം നമുക്ക് കെമിക്കൽ കൊറോഷൻ്റെ കാര്യം തന്നെ എടുക്കാം. ഗോമൂത്രത്തിൽ ഉയർന്ന തോതിൽ യൂറിയ, യൂറിക് ആസിഡ്, മറ്റ് ലവണങ്ങൾ, ജലാംശം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ചാണകത്തിലും നിരവധി ബാക്ടീരിയകളും ഈർപ്പവും ഒക്കെ ഉണ്ട്. ഒരു ലോഹപ്രതലത്തിലോ മിസൈലിൻ്റെ പുറം ഭാഗത്തെ കാർബൺ കോമ്പോസിറ്റ് പാനലുകളിലോ ഇത്തരം ആസിഡ് അല്ലെങ്കിൽ ലവണങ്ങൾ പുരണ്ടാൽ അത് ഗുരുതരമായ കൊറോഷനും ഓക്സിഡേഷനും ഒക്കെ കാരണമാവും. അതുപോലെ തന്നെ ഇതിലെ വളരെ സങ്കീർണമായിട്ടുള്ള സെൻസറുകളുടെ തകരാറും സംഭവിക്കാലോ. മിസൈലിൻ്റെ പുറം ഭാഗത്ത് നിരവധി പ്രഷർ സെൻസറുകൾ, ടെമ്പറേച്ചർ ഗേജുകൾ, റഡാർ ആൻറ്റനുകൾ ഇതെല്ലാം ഉണ്ട്. ഇവയെല്ലാം നാനോ മില്ലിമീറ്റർ കൃത്യതയിൽ പ്രവർത്തിക്കുന്നവയുമാണ്. ഇതിലേക്ക് അല്പം ഈർപ്പമോ ജൈവമാലിന്യമോ കയറിയാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും മിസൈലിൻ്റെ നാവിഗേഷൻ സിസ്റ്റം പൂർണ്ണമായിട്ടും തകരാറിലാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എയറോഡൈനാമിക്സും താപനിലയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ശബ്ദത്തിൻ്റെ 20 മടങ്ങിലധികം വേഗതയിലാണ്, അതായത് ഹൈപ്പർസോണിക് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഈ വേഗതയിൽ അന്തരീക്ഷ വായുവുമായിട്ടുള്ള ഘർഷണം കാരണം മിസൈലിൻ്റെ പുറം ഭാഗത്തെ താപനില 4000 മുതൽ 5000 ഡിഗ്രി സെൽഷ്യസ് വരെയും എത്താറുണ്ട്. ഇത് ചെറുക്കാനായിട്ട് മിസൈലിൻ്റെ പുറത്ത് പ്രത്യേകതരം തെർമൽ പ്രൊട്ടക്ഷൻ ഷീൽഡുകളുമുണ്ട്. അതായത് മിസൈലിൻ്റെ പുറം ഭാഗം ഒരു കണ്ണാടി പോലെ മിനുസമുള്ളതായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ജൈവമാലിന്യങ്ങൾ ഇതിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ വിക്ഷേപണ സമയത്ത് അതൊരു കടുത്ത എയറോഡൈനാമിക് ഡ്രാഗ് ഉണ്ടാക്കാനും ആ ഭാഗത്തെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിച്ച് മിസൈൽ ആകാശത്ത് വെച്ചതിനെ കത്തി നശിക്കാനും കാരണമാകും. മിസൈൽ അതിൻ്റെ സഞ്ചാരപഥത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വ്യതിചലിക്കാനായിട്ട് ഒരു ചെറിയ തരി മാലിന്യം മതിയാവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങൾ. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത്? ഇതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് കടുത്ത ശാസ്ത്രീയ നിരക്ഷരത.
സയൻറ്റിഫിക് ടെമ്പറില്ലാത്ത സയൻറ്റിഫിക് ഇല്ലിറ്ററസി എന്നതിനെ വിളിക്കാം. രണ്ടാമത്തേത് ദേശവിരുദ്ധതയും അന്ധമായ രാഷ്ട്രീയ വിരോധവും, ആൻറ്റി നാഷണൽ ആൻഡ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഹേറ്റ്രഡ് എന്നതിനെ അക്ഷരത്തെറ്റ് കൂടാതെ വിളിക്കാം. ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റങ്ങൾ ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുമ്പോൾ അതിൽ അഭിമാനിക്കുന്നതിന് പകരം ഇന്ത്യൻ ശാസ്ത്രത്തെയും പ്രതിരോധ സംവിധാനങ്ങളെയും അന്താരാഷ്ട്ര തലത്തിൽ അപമാനിക്കുക എന്നതാണ് ഇത്തരം ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിർമ്മിക്കുന്നവരുടെ ലക്ഷ്യം. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ ശത്രു രാജ്യങ്ങളുടെ IT സെല്ലുകളുടെയോ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ചില ദേശവിരുദ്ധ ശക്തികളുടെയോ സ്ലീപ്പർ സെല്ലുകളാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് പിന്നിൽ. ഇന്ത്യയുടെ നേട്ടങ്ങളെ ഒരു പ്രത്യേക മതപരമായ കോണിലൂടെ മാത്രം നോക്കി കാണുകയും ശാസ്ത്രത്തെ അന്ധവിശ്വാസവുമായിട്ട് കൂട്ടിക്കുഴച്ച് രാജ്യത്തിൻ്റെ യശസ് കെടുത്തുകയുമാണ് ഇവരുടെ ഗൂഢമായ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപയും ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ രാപ്പകലില്ലാത്ത അധ്വാനവും നിക്ഷേപിച്ചാണ് നമ്മൾ ഓരോ മിസൈലും പരീക്ഷിക്കുന്നത്. അതിനെ വെറുമൊരു ചാണക ട്രോളാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വന്തം അമ്മയെ തെരുവിലിട്ട് അപമാനിക്കുന്നതിന് തുല്യമായ രാജ്യദ്രോഹമാണ്. സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ അഗ്നി 6 വെറും ഒരു മിസൈൽ മാത്രമല്ല, അത് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിൻ്റെ, കരുത്തിൻ്റെ, സമാധാനത്തിനായിട്ടുള്ള അടിയുറച്ച നിലപാടിൻ്റെ പ്രതീകമാണ്. ആധുനിക യുദ്ധമുഖത്ത് യുദ്ധങ്ങൾ നടക്കുന്നത് മുൻനിരയിൽ മാത്രമല്ല, അന്തരീക്ഷത്തിലും സൈബർ ലോകത്തും കൂടിയാണ്. അവിടെ ശത്രുവിനേക്കാൾ ഒരു പടി മുമ്പിൽ നിൽക്കാനായിട്ട് ഇന്ത്യയെ സഹായിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് അഗ്നി 6. വ്യാജ വാർത്തകളുടെയും അജണ്ടകളുടെയും പിന്നാലെ പോകാതെ നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ നേട്ടങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ മുന്നേറ്റങ്ങളെക്കുറിച്ചും നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. DRDO എന്ന സ്ഥാപനവും അവരുടെ നേതൃത്വവും നമ്മുടെ രാജ്യത്തിന് നൽകുന്ന സുരക്ഷ വിലമതിക്കാനാവാത്തതാണ്. ഈ സുപ്രധാന പ്രതിരോധ നേട്ടങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം വിജ്ഞാനപ്രദവും ദേശസ്നേഹം ഉണർത്തുന്നതുമായിട്ട് വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം.